സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് 1000 കോടിയിലധികം രൂപയുടെ പാതിവില തട്ടിപ്പ്. രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാതിവില തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ തട്ടിപ്പിനിരയായ നല്ലൊരു പങ്ക് ആൾക്കാരും ഇത് വെളിയിൽ മിണ്ടാൻ പോലും ഭയപ്പെടുകയാണ്. പാവപ്പെട്ട ജനങ്ങളുടെ 3 കോടി പണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് വെക്കാമോ? നമസ്കാരം. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് 1000 കോടിയിലധികം രൂപയുടെ പാതിവില തട്ടിപ്പ് നടന്നു എന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെയും കരിമണൽ കടത്ത് കേസ് പോലെയും ഈ പാതിവില തട്ടിപ്പ് കേസും തേഞ്ഞു മാഞ്ഞു പോകുമോ എന്ന സംശയമാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പാവികളുടെ പണം തട്ടിയ ഈ കോടികളുടെ പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയും മങ്ങിത്തുടങ്ങിയോ എന്നുള്ള ചോദ്യവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത ഇപ്പോൾ കാണാനില്ല. പാതിവില തട്ടിപ്പ് കേസ് തേഞ്ഞുമാഞ്ഞ് പോവുകയാണോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പായി വിശേഷിക്കപ്പെടുന്ന പാതിവില തട്ടിപ്പ്, ആ ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഒരു പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതികരണം ഈ ഒരു വിഷയം? കേരളത്തിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ എന്നും നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയൊരു തട്ടിപ്പാണ്. ജനങ്ങൾക്ക് വ്യാപകമായി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ ജില്ലകളിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അനായാസമായി പിരിച്ചെടുത്തൊരു വൻ തുകയാണ് 1000 കോടിയിലധികം രൂപ. അത് വളരെയേറെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെയും സാമാന്യ ജനങ്ങളെയും ഇത്രയേറെ വഞ്ചിച്ച ഒരു തട്ടിപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറഞ്ഞ് വൻ തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഒന്നും അല്ല. ഇതിപ്പോൾ വളരെ അനായാസമായി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഇവരൊക്കെ വളരെ സേഫായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെല്ലാം അതിനകത്ത് പങ്കുണ്ട്. അവരുടെയൊക്കെ പേരുകളും വെളിച്ചത്ത് വരുന്നുണ്ട്. ഇഡിയും ക്രൈംബ്രാഞ്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞങ്ങൾ തൃപ്തരല്ല. ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ വൻ തട്ടിപ്പുകൾ പലതും നടന്നിട്ടുണ്ട്. കരിമണൽ ഖനനം നടന്ന വൻ തട്ടിപ്പ്, അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതെല്ലാം നിർബാധം നടക്കുമ്പോഴും ഈ സാമാന്യ ജനങ്ങളെയും പാവപ്പെട്ടവരെയും ഇത്രയേറെ കവർന്നെടുത്ത ഒരു സമയം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇതിന് വേണ്ടത്ര ജനശ്രദ്ധ കിട്ടുകയോ ഈ ജനങ്ങളിൽ നിന്നും പറ്റിച്ചെടുത്തിരിക്കുന്ന ഈ പണം തിരികെ അവർക്ക് നേടിക്കൊടുക്കുന്നതിന് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ യാതൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആം ആദ്മി പാർട്ടി വളരെ ഗൗരവമായി കാണുന്നത്. ഈ തട്ടിപ്പിന് ഇരയായവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ആ കേസന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരാണ് അതിനകത്ത് കുടുങ്ങാൻ പോകുന്നത്. അങ്ങനെ പലരുടെയും പേരുകൾ പുറത്തു വന്നെങ്കിലും ഈ പാർട്ടിക്കാരുടെ പങ്ക് ഈ ഗവൺമെൻറ്റിനെ പുറകോട്ടടിക്കുകയാണ്. അതിനകത്ത് എല്ലാ പാർട്ടികളും, പ്രമുഖ പാർട്ടികളെല്ലാം, കേരളത്തിലെ എല്ലാ പാർട്ടികളും അതിനകത്ത് പങ്കുകാരാണ്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാതിവില തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്ത. അപ്പോൾ ആ നിലയിൽ ഗൗരവമായ അന്വേഷണം നടന്ന് ഈ യഥാർത്ഥ ഉടമകൾക്ക് ഈ പണം എത്തിച്ചു കൊടുക്കണം. ഇവിടെയുള്ള ഏറ്റവും ദയനീയമായ ഒരു കാര്യം, ഈ തട്ടിപ്പിനിരയായ നല്ലൊരു പങ്ക് ആൾക്കാരും ഇത് വെളിയിൽ മിണ്ടാൻ പോലും ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ ലജ്ജിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത് കുറേ പേര് അതിന് കേസ് രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും വളരെ പാവപ്പെട്ടവരായ ആൾക്കാരുടെ പണം ഇങ്ങനെ യാതൊരു കണ്ണിൽ ചോരയില്ലാതെ പറ്റിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സംവിധാനം ഇത് തകർത്തെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ ഒരു സൂചനകളാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പോലെയുള്ളൊരു പാർട്ടിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ശക്തമായി ഇതിൻ്റെ പുറകിലുണ്ട്. ഈ അന്വേഷണം എവിടെയെങ്കിലും ഇത് ചെന്ന് മുട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഇത് ജനങ്ങളുടെ കൈകളിൽ നിന്നും കവർന്നെടുത്ത ഈ പണം തിരികെ ഒരു പൈസ വരെ തിരികെ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വമ്പന്മാരുൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പണം, 3 കോടി പണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് വെക്കാമോ? സത്യത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്.
നിരവധി തട്ടിപ്പ് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് 3 ഘടകങ്ങളുടെ സാന്നിധ്യമാണ്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ ജനപ്രതിനിധികളുടെ പ്രതിച്ഛായയും വിശ്വാസ്യതയെയും ഫലപ്രദമായി ഈ തട്ടിപ്പിന് വേണ്ടി തട്ടിപ്പുകാർ ഉപയോഗിച്ചു എന്നത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, കേരള സമൂഹത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ജനകീയ ആസൂത്രണ സംവിധാനത്തിനോടൊപ്പം വന്ന കുടുംബശ്രീ സംവിധാനം അതിനെ തികച്ചും ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസ്യതയെയും അവരുടെ ജനപിന്തുണയെയും ഉപയോഗിച്ച് ഈ തട്ടിപ്പിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വിപുലമാകാൻ കാരണം ഈ ഒരു ഘടകമാണ്. പഞ്ചായത്തു നിന്നൊക്കെയാണ് ഇത് രജിസ്ട്രേഷനൊക്കെ നടന്നിരിക്കുന്നത് പല. അതെ, പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അതുകൂടാതെ സമൂഹത്തിൽ വളരെ സദുദ്ദേശപരമായി പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGOകളെ അവരുടെ ഒരു സംയുക്ത ഫോറം രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് ഈ വ്യാപകമായ ഈ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമായ വളരെ വലിയൊരു കുറ്റകൃത്യം ആണ് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ തട്ടിപ്പിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന വിവിധ കമ്പനികളുടെ അറ്റാദായത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം സമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് CSR ഫണ്ട്. ആ CSR ഫണ്ടിനെ പോലും കളങ്കപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് അരങ്ങേറിക്കുന്നു. അങ്ങനെ മൾട്ടി ലെവൽ രീതിയിൽ ആസൂത്രണം ചെയ്ത വൻ തട്ടിപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വ്യത്യസ്തമാകുന്നതും ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഗവൺമെൻറ് ഏജൻസികൾ അന്വേഷിക്കുന്നെങ്കിൽ കൂടിയും ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഇത് മോണിറ്റർ ചെയ്യുകയും പരാതിക്കാരെ കാണുകയും ഇതിനെ ഫോളോ അപ്പ് ചെയ്യുവാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചതിന് പ്രധാന കാരണം ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഈ 3 ഘടകങ്ങളാണ്. ഇത് നമ്മുടെ രാഷ്ട്രത്തിനെയും നമ്മുടെ ജനതയെയും ആകെ അപകടപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ക്യാൻസർ തന്നെയാണ് ഈ തട്ടിപ്പ്. ഇതിനെ അങ്ങനെ വിട്ടുകൊടുക്കുവാൻ ആം ആദ്മി പാർട്ടി ഏതായാലും കേരളത്തിൽ തയ്യാറല്ല. ഞങ്ങൾ ശക്തമായി ഈ കേസിൻ്റെ പിന്നിൽ വലിയൊരു ഫോളോ അപ്പായിട്ട് ഉണ്ടാവും എന്ന് ഉറപ്പുവരുന്നു. മാധ്യമങ്ങൾ പോലും ഈ ഒരു വാർത്ത മറന്ന ഒരു അവസ്ഥയിലാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം മാധ്യമക്കാർ ആദ്യം 2 ദിവസം ഇന്ന് പൊട്ടി ആഘോഷിച്ചു. ഇതാ ഇപ്പം ഇതിനെപ്പറ്റി ഒരു അനക്കം കാണുന്നില്ല. 1-2 ചാനലുകൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ന്യൂസ് കാണിക്കുന്നതല്ലാതെ ബാക്കി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ കൊണ്ടുവരാൻ വേണ്ടി ആ ചാനലുകാർ മുന്നോട്ട് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗവൺമെൻറ് ഇടപെട്ട് അവരുടെ വായടപ്പിച്ചതാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാരണം വാർത്ത കൊടുക്കുമ്പോൾ റേറ്റിങ്ങിന് മാത്രം വാർത്ത കൊടുക്കരുത്. കാരണം ജനങ്ങളെ എത്തിക്കുന്ന രീതിയിൽ എന്ത് വാർത്തയുണ്ട് ജനങ്ങൾക്ക് അറിയണം. ഈ ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അധികാരങ്ങളുണ്ട്. കാരണം ജനങ്ങളെ വോട്ട് മാത്രം മേടിച്ചാൽ പോരാ. കാരണം ഈ ജനങ്ങൾ എന്തിനാണ് അവിടെ ഈ വോട്ട് കൊടുക്കുന്നത്? ഈ ലോകത്തുള്ള ഈ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്. അവരറിഞ്ഞിരിക്കണം. എങ്കിലും അവർ ബാക്കിയുള്ള കാര്യത്തോട്ട് മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വളരെ ഒരു സമയം എടുത്ത് നടന്നൊരു കൊള്ളയാണിത്. അതിനകത്ത് കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരിപൂർണ്ണ പരാജയമാണ്. അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്ര വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടും ഇവിടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനം കേരളത്തിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതൊരു വലിയ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജനങ്ങളുടെ സുരക്ഷിതത്വം ഇങ്ങനെയുള്ള കരുതലോടുള്ള സർക്കാരിൻ്റെ ഒരു വിങ്ങാണ് ഈ ഇൻ്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നത്. അതിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ്. അവരെയൊക്കെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത്? ഇങ്ങനെ ജനങ്ങൾക്ക് സുരക്ഷിതമില്ലാത്ത ഈ ഇത്രയും വ്യാപകമായ ദീർഘകാലത്തെ ഒരു കൊള്ള നടന്നിട്ട് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനം പൂർണ്ണമായി ഉറങ്ങുന്നു എന്ന് പറയുന്നത് സർക്കാർ ഉറങ്ങുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ. ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഈ ഇൻ്റലിജൻസ് സംവിധാനം മാത്രമല്ല, പരിപൂർണ്ണ പരാജയമാണ്. അതിനകത്ത് CBI ആയാലും മറ്റേ ക്രൈംബ്രാഞ്ച് ആയാലും ED ആയാലും ഇതിലൊന്നും തന്നെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കേസിനെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാനാണ് ആം ആദ്മിയുടെ വക്താക്കളെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇത് ജനകീയമായ ഒരു വിഷയം തന്നെയാണ്. ഇതിനെ വളരെ നിസ്സാരമായി കാണാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിന് ഭഗവാക്കായിട്ടുള്ള ആളുകളെ, തട്ടിപ്പിനിരയായ ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവർ എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ
ഭരണവർഗം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരെ സൂചിപ്പിച്ചു, ഇൻ്റലിജൻസും മറ്റും റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ റിപ്പോർട്ട് പോലും അതിന് അനുകൂലമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ആളുകളുടെ പേരും പാർട്ടികളുടെ പേരും മറ്റുമൊക്കെ പത്രങ്ങളിലും ഈ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരെ പോലും ഒരു തടങ്കലിലാക്കിയിട്ടുണ്ട്. അത് വാർത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളത് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ തട്ടിപ്പിനെ അനുകൂലിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ വമ്പൻ നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യ സമയത്ത് പുറത്തു വന്നു എങ്കിലും പിന്നീടത് മങ്ങിത്തുടങ്ങി. എന്താണ് ഇപ്പോൾ പാതിവില തട്ടിപ്പിൽ സംഭവിച്ചത്? ഈ കേസ് അന്വേഷണം എവിടെയെത്തി? ജനങ്ങളുടെ പണം ഇനിയെങ്കിലും തിരിച്ചു കിട്ടുമോ? നിരവധി ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.